എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയത് കേട്ടോ, കാരണം ഇവിടെ നെറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നോണ്ടാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന രതീഷ് വീട്ടിലേക്ക് വരുവാണ്. രതീഷ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നോയി കഴിയുമ്പോഴത്തേനും വീട്ടിനകത്ത് ആരാണ്ടുണ്ട്. ഇതാരാ പോലും എന്ന് കരുതിയിട്ട് രതീഷ് കഥകളൊക്കെ ഒന്ന് മുട്ടി നോക്കുവാണ്. ഈ സമയത്തും രതീഷിനൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കാണ് ഭാനുമതി അമ്മ വന്ന് കഥ തുറന്നേ. പെട്ടെന്ന് വെച്ചു നിങ്ങളോന്ന് ചോദിക്കുകയാണ്. നിങ്ങളോന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറിയെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് കീ എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കാം. അത് പിന്നെ ഞങ്ങൾ ഇതുവഴി പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മടുത്ത് പോയി കഴിഞ്ഞപ്പോ ഇവിടെ കയറിയതാ. പിന്നെ എല്ലാരും വീട് പൂട്ടി പോയി കഴിയുമ്പോഴത്തേനും താക്കോലൊക്കെ വീണ്ടും പുറത്ത് ചെടിച്ചട്ടിക്കകത്തൊക്കെ വെച്ചിട്ട് പോയല്ലോ. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അകത്ത് കയറിയതാന്ന് പറയാം. ആഹാ, കൊള്ളാലോ, നിങ്ങൾ ആള് കേമിയാണല്ലോ എന്ന് പറയാണ്. ആളില്ലാത്ത സമയം നോക്കി വീട്ടിൽ കയറിയിരിക്കും അല്ലേ? അല്ലട മോനെ രതീഷെ, ഞാൻ പിന്നെ ഇതിലൂടെ വന്ന് പോയി കഴിഞ്ഞപ്പോ കേറിയതാ. അതും കൂടാതെ ദേ നിന്റെ ഭാര്യ പ്രസവിച്ചില്ലേ, ഇനിയിപ്പൊ അവൾക്ക് ഒരു സഹായം വേണമല്ലോ, വന്നു കഴിയുമ്പത്തിന് കുഞ്ഞിനെ നോക്കാനൊക്കെ ആള് വേണമല്ലോ. അതുകൊണ്ടാന്ന് പറയണ. ആ പൂതി നിങ്ങളുടെ അങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ തൽക്കാലത്തേക്ക് കുഞ്ഞിനെ നോക്കാനൊന്നും ആരും വേണ്ട, ആരുടെ ആവശ്യമില്ലെന്ന് പറയണം. അങ്ങനെ പറയല്ലടാ മോനെ എന്ന് പറയണം. എനിക്കറിയാം എന്ത് ചെയ്യണത്. എന്തിയെ നിങ്ങളുടെ മകൻ എന്തിയെന്ന് ചോദിക്കുക. അല്ല, അവൻ പിന്നെ മടുത്ത് തളർന്നു. അങ്ങനെ അവൻ അവിടെ പോയി കിടക്കുവാന്ന് പറയണം. ഓഹോ, അങ്ങനെ ഞാൻ കിടക്കുവല്ലേ, ഇനി ഞാൻ കിടത്താന്ന് പറഞ്ഞങ്ങ് ചെല്ലുവാണ്. ചെന്ന് ഇപ്പൊ അതിവിശാലമായിട്ട് കിടന്നിട്ട് പ്രകാശം കിടന്ന് ബെഡിലേക്ക് കിടന്ന് ഉറങ്ങുവാണ്. അമ്പടാ, ഇങ്ങോട്ട് എഴുന്നേക്കണമെന്ന് പറഞ്ഞിട്ട് കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിക്കുവാണ്. പ്രകാശം ഞെട്ടി എഴുന്നേറ്റു. നോക്കിയപ്പോഴത്തേനും രതീഷ് ഇങ്ങനെ നിൽക്കുവാണ്. എടാ മോനെ നീ, ഹോ, അങ്ങനെ വന്ന അമ്മായച്ചനങ്ങ് സുഖമായിട്ട് കിടക്കുവല്ലേ, നാണം ഉണ്ടോട് നിനക്ക് ഇവിടെ കയറി കിടക്കാനെന്ന് ചോദിക്കാം. അല്ലട മോനെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, മനസ്സിലായില്ലല്ലേ? നിനക്ക് പെൺമക്കളെന്ന് പറഞ്ഞ പുച്ഛമായിരുന്നല്ലോ. എന്നിട്ട് എന്തിനാണോ താൻ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? ഇത് തങ്ങളുടെ ഒരു മകളുടെ വീടാ. ഇന്ന് വരെ താൻ മകളെ താൻ സഹായിച്ചിട്ടില്ല. ഇവിടെ നിന്ന കാലത്തോളം ചീത്തയും പറഞ്ഞു എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തിയത്. അവസാനം ഞങ്ങളെ തെറിയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയവനല്ലേ. എന്നിട്ട് പിന്നെ എന്ത് ധൈര്യത്തിലാണോ താനും തന്റെ അമ്മയും കൂടെ ഇങ്ങോട്ട് വന്ന് താമസിക്കണമെന്ന് ചോദിക്കാം. എടാ മോനെ, അങ്ങനെ പറയല്ലേ, വേറെ ഒരു നിർവാഹം ഇല്ലാത്തോണ്ടാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി പോലും പിന്നീട് തന്റെ ബാഗൊക്കെ എന്തിനാ നോക്കണം ചോദിക്കുവാണ്. അപ്പോഴേക്കാണ് ബാഗും കവറൊക്കെ എവിടെ ഇരിക്കുന്നുണ്ട്. ഓഹോ, എല്ലാം കൂടെ എടുത്തു വെച്ച് ഇവിടെ അങ്ങോട്ട് പൊറുത് തുടങ്ങിയില്ലേ എന്നും പറഞ്ഞിട്ട് ആ ബാഗും ഇതെല്ലാം എടുത്തോണ്ടെന്ന് ഒറ്റ ഏറ് കൊടുക്കണം ആ ഹാളിലേക്ക്. മര്യാദയ്ക്ക് എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണെന്ന് പറയണം. അത് കണ്ടുകൊണ്ടൊന്ന് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു. പ്രകാശ, നമ്മൾ എങ്ങോട്ട് പോകാനാ, നീ ഇവനോടൊന്ന് എന്ന് പറയണം. അത് കേട്ടതിന്റെ രതീഷ് പറഞ്ഞു. ഇനി ആരൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിങ്ങളെ താമസിപ്പിക്കാനായിട്ട് പോകുന്നില്ല. ഈ നിമിഷം ഇവിടെ ഇറങ്ങിയേക്കണം. പൊടി പോലും രണ്ടത്തനം കണ്ടേക്കല്ലെന്ന് പറയണം. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു. ഒന്നുമില്ലേലും ഞാൻ നിന്റെ ഒരു മുത്തശ്ശിയല്ലേടെ നിൽക്കും. മുത്തശ്ശിയാണ് പോലും. നിങ്ങൾക്കൊരു നല്ല കാലം വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് കിടന്നേ. എടാ, നീ ഇങ്ങനെ അഹങ്കരിക്കില്ല രതീഷേ. ഇപ്പൊ നിനക്ക് ഇച്ചിരി നല്ല കാലം വന്നോർത്തോണ്ട് ഒന്നുമല്ലേലും നിന്റെ അമ്മായിച്ചനല്ലേടാ. അതെ, ആ ബഹുമാനം എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരാ എന്താന്നൊക്കെ. ഇപ്പൊ ഞാൻ തന്നെ കഴിയണേ കല്യാണിയുടെ തണല്ല. ദേ ഈ വീട്ടിൽ കഴിയാനായിട്ട് കല്യാണിയുടെ ഔദാര്യം പറ്റിയ നിനക്ക് നാണം ഇല്ലേ മനുഷ്യ എന്നൊക്കെ പ്രകാശനോട് ചോദിക്കുക. ഇവിടെ പ്രകാശം പറഞ്ഞു. ഇത് അതിന് കല്യാണിന്റെ ഔദാര്യം എന്ന് ആരാ പറഞ്ഞേ? ആര് പറഞ്ഞു? ഈ വീട് കല്യാണി വാങ്ങിച്ചെന്നാ. അപ്പൊ ഇത് കല്യാണിന്റെ ഔദാര്യമല്ലോ. ഓഹോ, അങ്ങനെയായിരുന്നില്ലേ. ഇത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് പോലും വരില്ലായിരുന്നു. ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട, ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന്. അപ്പൊ അമ്മയല്ലേ പറഞ്ഞേ. രതീഷ് പാവ, അവരോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ കിട്ടിയില്ലോ എന്ന് ചോദിക്കുക. എന്നാലും മോനെ രതീഷ്, വേണ്ട വേണ്ടമ്മേ, കാല് പിടിക്കണ്ട. ഇനി ഇവിടെ നിർത്തിയാലും നമ്മൾ നിൽക്കില്ല എന്ന് പറയണം. പെട്ടെന്ന് ഭാനുമതിയമ്മ വെച്ചു. പിന്നീട് അങ്ങോട്ട് പോകാനാ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? തെരുവിലേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല, ഇവിടെ നിൽക്കണ്ടെന്ന് പറയാ. ആ കല്യാണി എന്ന് പറയുന്നവരുടെ ഔദാര്യം പറ്റേണ്ട കാര്യമൊന്നും നമുക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ രതീഷ് കൊള്ളാം, നല്ല കഥയായിപ്പോയി. നിങ്ങൾ ഇറങ്ങി രണ്ടെണ്ണം കൂടെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങ്. ഞാൻ നോക്കിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. കല്യാണിന്റെ കാല് പിടിച്ചു പോയി മാപ്പ് പറ. മാപ്പ് പറഞ്ഞാൽ ഇനി കല്യാണി കേൾക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അത്രമാത്രം ദുഷ്ടത്തരമാണല്ലോ അമ്മയും മോനും കൂടെ കാണിച്ചു വെച്ചിരിക്കുന്നു പറയാം. അവസാനം അവിടെ അടിച്ചു പുറത്തുള്ളതെന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിപ്പോയി. രണ്ടും കൂടെ നാണം കെട്ട് ഇറങ്ങുവാണ്. എടാ മോനെ, ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു ചോദിക്കാം. എനിക്കറിയില്ലമ്മേ എങ്ങോട്ട് പോകുന്നു. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ ബാലണ്ണന്റെ വീട് വരെ പോയാലോ? പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ, ഒന്ന് രണ്ട് ദിവസമൊക്കെ അവിടെ താമസിക്കാനായിട്ട് നമുക്ക് സ്ഥലം തന്നാലോ? ശരിയാ, അങ്ങോട്ടേക്ക് പോവാം എന്നും പറഞ്ഞ് രണ്ടുപേരും നടക്കുവാണ്. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പം നന്നായിട്ട് മടുത്തു. പൊരുവേല് കൊണ്ട് തലയൊക്കെ പെരുത്ത് കയറുക. അങ്ങനെ നടന്നപ്പോഴത്തേനും മടുത്ത്. വെള്ളമെങ്കിലും കുടിക്കണം. അതിനോടുള്ള പൈസ കയ്യിലില്ല. അപ്പത്തേനും വേണ്ടി പൈപ്പും ചൂടും ഉണ്ട്. അമ്മേ, ദേ പൈപ്പ് ചൂട് ഉണ്ടിച്ച് വെള്ളം കുടിച്ചിട്ട് വാന്ന് പറയണം. എന്നാ ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു.
അമ്മേ ഗ്ലാസ് വേണ്ടേന്ന് ചോദിക്കാണ്. ഗ്ലാസ് ഒന്നും വേണ്ട മോനെ എന്ന് പറയണേ. ഇന്നാ ഗ്ലാസ് എടുത്ത് തരാം, കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയല്ലേ. ഗ്ലാസ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു. വേണ്ട ഞാൻ ഇങ്ങനെ കുടിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് കൈക്കകത്ത് വെള്ളം കോരി കുടിക്കാന്നൊക്കെ പൈപ്പ് തുറന്നു വെച്ചിട്ട് ഈ കാഴ്ച കൊണ്ടൊന്നും പ്രകാശിനെ സഹിച്ചില്ല. അങ്ങനെ രണ്ടുപേരും വെള്ളം കുടിക്കുക. അപ്പോഴേക്കാണ് ഒരു കാർ അതിലൂടെ വന്ന് അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നേ. അതിനകത്തുനിന്ന് കാർത്തിക് ഇറങ്ങണം. കാർത്തിക് ഈ കാഴ്ച കണ്ടതും എന്തൊന്നില്ലാത്ത സന്തോഷം. കാർത്തി പറഞ്ഞു, കൊള്ളാലോ, അമ്മയും മോനും കൂടെ പൈപ്പ് വെള്ളം കുടിച്ചാൽ നടക്കുന്നല്ലേ, നല്ലൊരു കാഴ്ച തന്നെയാ. ഇനി ഒരു തോർത്തോടെ വിരിച്ച് അവിടെ ഇവിടെ ഇരുന്നോളാൻ പറയാണ്. ഇത് കേട്ട ഭാനുമതി മുത്തശ്ശി, എടി നീ എന്റെ മക്കളെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് 1 രൂപ പോലും കൊടുക്കാതെ അവരെ അവിടെ നിന്ന് അടിച്ചിറക്കിയല്ലേന്ന് ചോദിക്കാം. മക്കളെ കൊണ്ട് ജോലി ചെയ്യിക്കുമല്ലോ മാത്രമല്ലേ ചെയ്തേ, ഇനി ഞാൻ പല ജോലികളും ഞാൻ ചെയ്യിക്കും, കാണണോന്ന് ചോദിക്കുവാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മകൻ ചെയ്ത ക്രൂരത വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന്റെ 4 പോലും ആയിട്ടില്ല. അത് അറിയാലോ. അതുകൊണ്ട് മര്യാദയാണ് മര്യാദ. അല്ലെങ്കിലും നിങ്ങൾ എന്തൊക്കെ പണിയാടാ കാണിച്ചു കൂട്ടിയത് എൻ്റെ അമ്മയോട് എന്നോട്. എന്നിട്ടിപ്പോ നിങ്ങള് ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിൽക്ക് നാണമില്ലേ തള്ളേന്ന് ചോദിക്കുക. അത് കേട്ടൻ ഭാനുമതി പറഞ്ഞു, എന്നാലും നീ ഒരു മുതല് തന്നെ അടി എൻ്റെ മകനെ കൊച്ചുമനെ പറഞ്ഞു പറ്റിക്കല്ലോ ഏതേന്ന് ചോദിക്കുക. പ്രകാശം പറഞ്ഞു, എന്നാലും നിന്നെ ഞാൻ മോളേന്ന് വിളിച്ച അതിനുള്ള പ്രതിഫലം നീ എനിക്ക് തന്നു പറയാ. അതെങ്ങനെയാടോ ശരിയാന്നേ മോളേന്ന് പോലും. നിങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കാണത്തില്ലല്ലോ. ഇപ്പൊ എന്നെ എന്നോട് അത്ര സ്നേഹം. ഓ, എൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഏതോ വലിയ പുള്ളിയാന്നോർത്താ നിങ്ങൾ എന്നെ സ്നേഹിച്ചല്ലേ. എന്നിട്ടോ എൻ്റെ അമ്മേനെ ചുളിവിൽ അടിച്ചെടുക്കാൻ നോക്കി, അതിനുള്ള ശിക്ഷ തനിക്ക് കിട്ടിയില്ലടോ, ഇനി കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. ഇത് കേട്ടോ ഭാനുമതിയും പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസയെങ്കിലും താട്ട്, ഞങ്ങള് ജീവിച്ചു പോട്ടെ. എൻ്റെ മോനെ അധ്വാനിച്ച പൈസയല്ലേ ചോദിക്കുന്നേ. അയ്യോ, അങ്ങനെ തരാനൊന്നും എൻ്റെ ഈ പൈസ ഇല്ല. നിങ്ങളുടെ മോനെന്തേ വിക്രമാദിത്യ മഹാരാജാവ്, അവനെ പോയി വിളിക്ക്, അവൻ വന്ന് നിനക്ക് പൈസ തരട്ടെ. അല്ലാതെ എൻ്റെ ഈ 5 രൂപ പോലും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം. നീ ഇതിനൊക്കെ അനുഭവിക്കൂടിന്ന് പറയാ. അനുഭവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളെപ്പോൾ ഒരമ്മൂമ്മ ഒരച്ഛനും ഇല്ലാതിരിക്കുന്ന എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഈ പറയുന്ന അച്ഛൻ്റെ അമ്മൂമ്മയുടെ തണലിലല്ലല്ലോ ജീവിച്ചേ. അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കൊന്നും ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. രണ്ടും കൂടെ ഇറങ്ങി തണ്ടാൻ പറഞ്ഞിട്ട് കാർത്തി അങ്ങോട്ട് ചെന്ന് വണ്ടിയിലേക്ക് കയറുവാണ്. എടാ പ്രകാശ, അവളുടെയൊക്കെ അഹങ്കാരം കണ്ടോടാ. പ്രകാശം പറഞ്ഞു, നമ്മൾ മരിച്ചു പോയിട്ടൊന്നും ഇല്ലമ്മേ, ഒരു ദിവസം നമുക്ക് ഉണ്ടാകുമെന്ന് പറയാം. ഇനി ആ പ്രതീക്ഷകളൊക്കെ എനിക്ക് പോയി മോനെ. നമ്മൾ അങ്ങനെ എങ്ങനെയും മുന്നോട്ട് ജീവിക്കുന്നു പോലും അറിയത്തില്ലാത്ത അവസ്ഥയാ. എവിടെ പോയി കിടക്കാനാ, എങ്ങോട്ട് പോവും? ആ ബാലന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ബാലനെ ഇറക്കി വിട്ടാ പിന്നെ നമ്മൾ അവിടുത്തെ പ്രതീക്ഷയും പോവും. അങ്ങനെയൊക്കെ ഓർത്ത് രണ്ടുപേരും കൂടെ നടക്കുവാണ്. ആ സമയം ഹോസ്പിറ്റലില് കാദംബരിയുടെ കുഞ്ഞിനെ മടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ദീപ. അപ്പൊ കല്യാണി പറഞ്ഞു, രണ്ടെണ്ണം കൂടെ അവിടെ ചെന്നല്ല ചേച്ചി പറഞ്ഞു. അതെ, രതീഷേണ്ണ ആ പാട് ഭയന്ന് പോയായിരുന്നു. എന്ത് ധൈര്യത്തിൽ അവൻ അങ്ങോട്ട് കയറി ചെന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകത്തെ. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, വേറൊരിടം പോകാനില്ല, അതുകൊണ്ടാന്ന് പറയാ. കാദംബരി ഒരു കാരണവശാലും ആശ്രയം കൊടുത്തേക്കരുത്, അമ്മാതിരി ദ്രോഹം നമ്മളോട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടിരിക്കുന്നത്. ദീപ പറഞ്ഞു, അത് ശരിയാ. കല്യാണത്തിന് തലേദിവസം വരെ നമ്മളെ വെല്ലുവിളിച്ച ഒറ്റ ദിവസം കൊണ്ടെല്ലാം തകർന്നു പോയതിന്റെ മനോവിഷമാ തളയ്ക്കും മോനെന്ന് പറയണം. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടോന്ന് ചോദിക്കേ. കാരണം ഇപ്പോഴും അഹങ്കാരമായിരിക്കും. എന്തായാലും ഇച്ചിരി കണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയം കണ്ണു തള്ളി അതിന്റെ പുറകെ ഓടുന്ന രണ്ടുപേരും കൂടെ. അതുകൊണ്ട് ഒരു കാലത്തും ഗതി കിട്ടില്ലെന്ന് പറയണം. അല്ല, നന്നാവാനാണെങ്കിൽ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നല്ലോ. ഞാൻ തന്നെയാണെങ്കിൽ എത്രയോ വട്ടം പൈസ കൊടുത്ത് സഹായിച്ചിരിക്കുന്നു. അന്നെങ്കിലും അവരെന്നെ തിരിച്ചറിഞ്ഞില്ല. വീണ്ടും വീണ്ടും എത്ര തിരിച്ചടി കെട്ടിയാലും അവരിട്ട് പഠിക്കാനും പോകുന്നില്ല. ഇനി നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. കാദംബരി ചേച്ചി എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറയണം. കാദംബരി പറഞ്ഞു, രതീഷേണ്ണ എന്താളും വീട്ടിൽ കയറ്റി കിടത്താനായിട്ട് കൂട്ടാക്കിയില്ല. നല്ല കാര്യമാ. എങ്ങാനും കയറ്റിയായിരുന്നേ കുഞ്ഞിനെ നോക്കാനെന്ന് പറഞ്ഞ് നിന്നേനം. തീ പറഞ്ഞു, കുഞ്ഞിനെ നോക്കാനെന്ന് പറഞ്ഞ് വന്നാൽ അവര് കുഞ്ഞിനെ അല്ല മിക്കവാറും എല്ലാരെയും കൊല്ലൂന്ന് പറയണം. അത്രയ്ക്ക് ഒരു വൃത്തികെട്ട ജന്തു ആ സ്ത്രീ എന്ന് പറഞ്ഞാല്, അവരുടെ തള്ളയെന്ന് പറഞ്ഞാല്. ഞാൻ കുറെ അനുഭവിച്ചല്ലേ, എത്രമാത്രം അനുഭവിച്ചാ. ഒരു കാലത്ത് അവർ ഗതി പിടിക്കത്തില്ല. അവർക്കുണ്ടല്ലോ ഒരു മകന്. ആ മകൻ കാരണം അവര് നശിക്കത്തുള്ളൂ. മകനും കൊച്ചുമോനും എല്ലാരും കൂടെ കൂടിയിട്ട് അവസാനം കണ്ടു അവിടെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടായിട്ട് വരുമെന്ന് പറയാണ്. ഇത് കേട്ടതും കാദംബരി പറഞ്ഞു, അത് ഉടനെ തന്നെ മിക്കവാറും ഉണ്ടാവും. മകന്റെ ചിതയ്ക്ക് മിക്കവാറും തള്ള ചിത കത്തിക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അത് ശരിയാ, എനിക്ക് നേരത്തെ ഒരു അലിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ കല്യാണിയും കൂടെ പറയാണ്. പിന്നീട് പ്രകാശനും ഭാനുമതിയമ്മയും കൂടെ ബാലന്റെ അടുത്തേക്ക് ഇല്ലോ. അങ്ങനെ കോൾബിലൊക്കെ അടിച്ചും ബാലൻ ഇറങ്ങി വന്നു. ആഹാ, ഇതാര്? പെട്ടെന്ന് ഭാനുമതിയമ്മ പറഞ്ഞു, എടാ ബാല, അയ്യോ ഇതാര്? പ്രകാശ സാറെന്ന് ചോദിക്കുകയാണ്. നീ എന്നെ സാറിനൊന്നും വിളിക്കണ്ട, ഞാൻ സാറൊന്നും അല്ലാന്ന് പറയണം. അയ്യോ അങ്ങനെയൊന്നും അല്ലോ, സാറും മാഡം അല്ലേ എന്ന് പറയണം. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നേ എന്റെ ബാല, നീ ശവത്തെ കുത്തല്ലെന്ന് പറയണ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പ്രകാശ. അല്പനർത്ഥം കിട്ടി അർദ്ധരാത്രി കൊട പിടിക്കുന്നതാണോ
നീ എന്തൊക്കെ ഡയലോഗ്സാ വിട്ടോണ്ടിരുന്നേ, ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ കുറച്ച് അഹങ്കരിച്ചു, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്യുന്നു പറയാ. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല. ആ കല്യാണി മോളെ പോലുള്ള നല്ലൊരു മോളുണ്ടായിട്ടാ നിങ്ങളിങ്ങനെ ഇതിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന മര്യാദക്കാണെങ്കിൽ മര്യാദയായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് അഹങ്കാരം തലയ്ക്ക് കയറി പിടിച്ചല്ലേന്ന് ചോദിക്കാം. അതങ്ങനെയൊന്നും പറയല് ബാല. ഒരു കാര്യം ചെയ്യണം, എനിക്ക് ആവതായി കഴിയുമ്പോൾ ഞാൻ ജോലി എടുത്തോളാം നിന്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട്. ഓ, അതിനു വേണ്ടി വന്നാണോ? വർക്ക്ഷോപ്പ് ഇപ്പൊ ഏകദേശം പൂട്ടിയ പോലെ. കാരണം എനിക്ക് പണിയാനായിട്ട് ആരും ഇല്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ടാക്സി ഡ്രൈവറായിട്ട് പോകാനായിട്ട് തുടങ്ങിയത്. വേറെ ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ടാ. ഇനിയിപ്പോ തുറക്കുന്നുണ്ടെപ്പോൾ നിന്നെ അങ്ങോട്ട് ഞാൻ വിളിക്കുന്നില്ല ഞാൻ. ഇത്രയും നാളും കിട്ടിയതൊക്കെ മതിയടാ. ഇനി എനിക്ക് പറ്റില്ല നിന്നെ പോലുള്ള മാരണത്തിന് ചുമക്കാനെന്ന് പറയാം. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ്. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, എന്നാലും നീ ഇത്ര ദുഷ്ടനായി പോയല്ലോടാ. നീ ഒന്ന് ഹോസ്പിറ്റലിൽ കാണാൻ പോലും വന്നില്ലല്ലോ പ്രകാശനെ. അയ്യോ, ഹോസ്പിറ്റലിൽ വന്നില്ല പോലും. അല്ല, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പൈസ തന്നില്ല ഞാൻ. അതുകൂടാതെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു പറഞ്ഞ് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? അതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ ചെയ്തു തരുന്ന ചോദിക്കുക. അത് കേട്ടതും ഭാനുമതി അമ്മയുടെ മുഖം താണു. എടാ ബാല, നീ ഒരു കാര്യം ചെയ്യാവോ? ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ ചോദിക്കുകയാണ്. താമസിക്കാനാ? ആ, ഇത് കേട്ടപ്പം ബാലന്റെ ഭാര്യ ബാലന്റെ കയ്യിൽ പിടിച്ചോണ്ട് അങ്ങോട്ട് പോണേ, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച മനുഷ്യ? എങ്ങാനും ഇവിടെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മോന്റെ കൊടും ക്രിമിനലാ. നമ്മുടെ തല തല്ലി പൊളിച്ച് സ്വർണ്ണാഭരണങ്ങൾ ചിലപ്പോൾ കട്ടെടുത്തോണ്ട് പോകും. ഇവര് ചിലപ്പോൾ കഥവും തുറന്നിട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ ജീവനും പോകും, നമ്മുടെ സ്വത്തും പോകും. അതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അത് ശരിയാ, അന്ന് ചെന്ന് പറ ഇവിടെ സ്ഥലമില്ലാന്ന് പറയുന്നു പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയം പ്രകാശ് ചോദിച്ചു, എന്തായുടെ ബാല കാര്യങ്ങള്? പെട്ടെന്ന് ബാലന്റെ ഭാര്യ പറഞ്ഞു, അതെ, ഇവിടെ താമസിക്കാൻ പറ്റില്ല. നാളെ എന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് പറയാം. ഭാനുമതിയും പറഞ്ഞു, ഒരു ദിവസത്തേനും മതിയെന്ന് പറയാം. ഒരു ദിവസവും ഇല്ല, 9 ദിവസവും ഇല്ല, നിങ്ങൾ ഈ സമയത്ത് തന്നെ ഇറങ്ങണമെന്ന് പറയാം. ഇങ്ങനൊന്നും പറയില്ല ബാലാന്ന് പറഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മിണ്ടാതെ ഈ സെക്കൻഡിൽ തന്നെ ഇവിടെ നനയിക്കോളാം. നിങ്ങൾക്കുണ്ടല്ലോ ഒരു മോള്, അങ്ങോട്ട് ചെല്ല്. അതിനെയൊക്കെ ഉപദ്രവിച്ചാലും ദൈവം തന്ന ശിക്ഷയപ്പോ. എന്നിട്ടും പിന്നെ നാണമില്ലാതെ വന്ന് നിൽക്കുന്നു എന്നൊക്കെ ബാലൻ പറയാണ്. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പ്രകാശന് ഭാനുമതി അമ്മ അവിടുന്ന് തെരുവിലേക്ക് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.